ഇതെന്ത് ലോങ് വീഡിയോയാ? ലോങ് വീഡിയോക്കുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ ഹായ് ഇതല്ലേ നീ പറഞ്ഞത്? വണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് അറച്ചു പോണ്. ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്ത് ക്രിഞ്ച് സ്റ്റാർട്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വാദിക്കൊരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് പറയുന്നത് എനിക്ക് മൈക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മൈക്ക് വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വലിയ വ്ളോഗറാവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ഞാനൊരു വർഷം മുമ്പ് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, ഞാൻ കാണിച്ചു തരാം. പക്ഷേ എനിക്ക് ഈ ആൾക്കാരുടെ മുമ്പിൽ ഇതിങ്ങനെ പിടിച്ച് നടക്കുമ്പോൾ ഒരു ചമ്മൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ചമ്മൽ ആദ്യം മാറ്റണം. അതാണ് ഇന്നത്തെ വ്ളോഗിലൂടെയുള്ള പ്രത്യേകത. ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഇതിൻ്റെ ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്കിതിങ്ങനെ പിടിച്ചിട്ട് ആൾക്കാരുടെ ഇടയിൽ കൂടെ നടക്കുമ്പോഴുള്ള റിയാക്ഷൻസൊക്കെ ഒന്ന് നോക്കണം. എന്നാലേ എനിക്ക് വലിയ വ്ളോഗറാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ സ്വാദിക്കൊരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ സ്വാതി ഇപ്പോൾ വരും. അതിന് മുമ്പ് താഴെ വീട്ടിൽ കുറച്ച് പണി നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ്. അവിടെ എന്തായി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജോലി എടുക്കാനല്ല, പണി അത് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ തമ്പി ദേവ. ഇതാണ് എൻ്റെ അനിയൻ വാവ. അപ്പോൾ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന 2 ആൾക്കാരാണുള്ളത്. ഒന്ന് ഇതും സിമെന്റ് എടുത്തോണ്ട് ഇപ്പൊ ഒരു ഭാഗം ചെയ്യില്ല. ഇപ്പൊ കണ്ട ഇപ്പൊ വീട്ടിൽ പണി നടക്കണം. എന്നിട്ട് അവൻ ഒരു എന്താണ് ഞങ്ങൾ 2 പേര് പാൻറ് യൂണിഫോം, ഉടുപ്പ് യൂണിഫോം. എന്താ നിനക്ക് വല്ല കേസ് കൊടുക്കണ്ട? ഇതെന്ത് നിക്കറാ കണ്ട നമ്പർ 7. ഇപ്പൊ ഇത് ഇട്ടോണ്ട് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട്. ഈ പാന്റും ഒരു വെള്ള ഷോക്സും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? എങ്ങനെ എന്തായി നമ്മുടെ വീട് പണി? വീട് പണി അച്ഛൻ പണിയെടുക്കുന്നു. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ ഞാൻ എടുക്കുന്നു. അച്ഛനടുത്ത് പോയി മൈക്കും വെച്ച് കൊടുത്തിട്ട് വല്ല ചീത്തയും വിളിച്ചിട്ട് പുതിയ ഭാഷകൾ കേൾക്കാൻ പറ്റുമല്ലേ? ഇതിൽ എൻ്റെ എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇവിടെ ഇപ്പൊ ഈ വീട്ടിൽ? ചോദിച്ചോട്ടെ അച്ഛാ, ഇവന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും? ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് ആ വീട്. കാണിച്ചോ, ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എന്തൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ഈ പിച്ചാത്തി കുട്ടപ്പനെ നിൽക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അച്ഛന് ഒരു ഹായ് പറയും. ഹായ് പറ. ഹായ്. വയ്ക്കോ. നമ്മൾ ജോലി ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫാമിലിക്കുള്ള ആൾക്കാർ ജോലി ചെയ്യും. ഇവിടെ ഞാൻ അച്ഛനെ ചേട്ടൻ കാല് പൊക്കി കലിപ്പാവുമെന്തോ. ഓ ഞാൻ വരില്ല. പിടിച്ചിടിക്കാറുണ്ടായിരുന്നു. അച്ഛനും നമ്മളും ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു ടീമാണ്. നീ വാടേ ഇങ്ങോട്ട്, എന്തേടേ വാടേ. അപ്പോൾ ഇതാണ് നമ്മൾ പണി നടക്കുന്ന വീടെന്ന് പറയുന്നത്. എന്താണ് അച്ഛാ പറയാനുള്ളത്? ഞാൻ വിചാരിച്ചെടുത്ത് നിൽക്കില്ല. ഞാൻ പറഞ്ഞ 25,000 തന്നേ പറ്റുള്ളൂ. അല്ലേ ഇതൊന്നും പണി തീരില്ല. വരണ്ടായിരുന്നു. 25 2.5 ലക്ഷം രൂപ അങ്ങ് തരും. വീഡിയോ കട്ടി ഇനി അങ്ങനെ വീഡിയോയിൽ അങ്ങനെ 2 ലക്ഷം തരും, 3 ലക്ഷം തരും എന്നൊക്കെ പറയും. ആകെ ചുമ്മാ അതൊന്നും കണ്ട് നിങ്ങൾ ഇതാ വ്യാകുലപ്പെടണ്ട. പ്രതികരിക്കും. എന്റെ അനിയ 5 തന്നെന്ന് പറയും. അത് ഈ കുടുംബത്തിലില്ല. ചെയ്യോടാ നീ വീഡിയോ ചെയ്യോടാ. അളപ്പറ ഞാൻ തമ്പി വാവ. ഞാൻ കേൾക്കണവർക്ക് തന്നെ മടുപ്പുണ്ട്. ശരി. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. അകത്ത് സെയിൽസിൻ്റെ പണി നടക്കുകയാണ് ഗൈസ്. പണിയൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് മെഴുകിയാൽ നിങ്ങൾക്ക് വലിയ കാണാനൊന്നും രസം ഉണ്ടാവില്ല. അപ്പോൾ ഇനി സ്വാതി ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്വാതി വരുമ്പോൾ സ്വാതി ഒന്ന് സർപ്രൈസ് ചെയ്യണം. സർപ്രൈസ് ഒന്നും ആവുമെന്ന് എനിക്ക് തോന്നല്ല. കാര്യം അവൾക്ക് അറിയാം. ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് അറിയാം. കുറേ കാലം കൊണ്ട് മൈക്കേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പാവം. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം. ഒരു വലിയ വ്ളോഗറൊക്കെ ആവട്ടെ അല്ലേ? പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നീ വീഡിയോ കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ നിൻ്റെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ബാക്കി അവിടെ വന്നിട്ട് കാണാം. ഇതോ നിൽക്കുന്നതാണ് സ്വാതി. ഇന്നൊരു ട്വിസ്റ്റ് സംഭവിച്ചു. അവൾ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്
അങ്ങോട്ട് നമുക്ക് ആദ്യം പോവാം. ഇതെന്താണ്? ഞാൻ ഇന്നോട്ട് വ്ളോഗറാണ്. ഇന്നലെ തൊട്ടേ വ്ളോഗറാണ്. ഞാൻ ഇന്നോട്ട് മൈക്ക് എനിക്ക് പിടിച്ചൊരു ല്ലേ ഇത് പിടിക്കും. ഇതെന്ത് ലോങ് വീഡിയോയാ? ലോങ് വീഡിയോക്കുള്ളതൊക്കെ ഉണ്ടാ ഇന്ന്? ഞാൻ ഈ ലോങ് വീഡിയോ പിന്നെ അമ്മയ്ക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കൊടുക്കണത്, നീ എന്തോന്ന് കൊടുത്ത? ഞാൻ കണ്ടന്റ് ഞാൻ അതിന്റെ മൈക്ക് എടുത്ത് എടാ മറ്റേ ഈ സാധനം എത്ര രൂപ? 1000. ഇത് വാങ്ങിയാ മതി അല്ലേ? ഇതിന്റെ ആവശ്യമുള്ളൂ. എനിക്ക് 3 പോവാ നിന്റെ ഗിംബിൽ ഒരു. അച്ഛൻ എന്റെ മാല വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജയിലിൽ കിടക്കാൻ തയ്യാറാണോ? ആന്റി ടെർണിഷിന്റെ പരസ്യം. പക്ഷെ നല്ല കളർ ഇതുവരെ പോയില്ല അച്ഛാ. ഇവളെനിക്ക് നമ്മൾ ചാലയിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. പക്ഷെ ചാലയിൽ നിന്ന് വാങ്ങിച്ച മാല എങ്ങനെയുണ്ട് പ്രാസം കേട്ടാ? അത് ഈ മൈക്ക് ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട് എന്റെ കണ്ണിൽ എന്തെങ്കിലും പറ്റിയ എന്തോ. എന്താണിത് സ്റ്റീൽ ബോഡിയൊക്കെ കാണിച്ചോണ്ട്? എന്താ ആരാ ഇടും സിനിമയിൽ വിളിക്കുമ്പം ഞാൻ ഇവളൊരു ദിവസം പറഞ്ഞു ധനുഷിനെ പോലെ ഇരിക്കണം. എന്റെ അമ്മോ, അതിനുശേഷം പിന്നെ ജൂനിയർ അല്ല, ചെറുപ്പത്തില് ധനുഷിന് ആ ഒരു ഇതൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ. ഓക്കെ ഒന്നേ അച്ഛനെ എനിക്ക് പോയിട്ട് വരാം. അമ്മയ്ക്കൊരു അപ്പൊ അച്ഛനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? അമ്മയ്ക്കുള്ളൊരു ബാഗ് വാങ്ങിച്ചു ബർത്ത്ഡേ ഗിഫ്റ്റ്. വെള്ളം അടിച്ച് വഴി കിടന്ന് എന്നെ നിന്റെ അമ്മ പ്രേമിച്ച എന്തുകൊണ്ട്? ധനുഷായതുകൊണ്ട്. അന്ന് ധനുഷ് ഉണ്ടായിരുന്നു. അന്ന് ധനുഷില്ല, അന്ന് അച്ഛനായിരുന്നു ധനുഷ്. ഇവിടത്തെ അച്ഛാ ഇവളെ അമ്മയ്ക്കൊരു ഇത് വാങ്ങിച്ചു, ബാഗ് വാങ്ങിച്ചു. അച്ഛനൊന്നും വാങ്ങിച്ചില്ല. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അച്ഛൻ എന്ത് വേണം? അല്ല ചോദിച്ചാ അപ്പൊ പൈസ കയറി വണ്ടി ഇട് പിടി. നമ്മൾ ഇങ്ങോട്ട് വ്ളോഗറാണ്. വ്ളോഗിങ് ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കി അച്ഛന് തരാം. അച്ഛൻ വ്ളോഗിങ് സെറ്റപ്പിലെ എല്ലാം ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഹെൽമെറ്റ് വെക്കണം. വെയിലുള്ളതിരിക്കാനല്ല, തല സംരക്ഷിക്കാനാണ് ഹെൽമെറ്റ് വെക്കണം. ഇതാണ് നെയ്യാർ ഡാം. നമ്മളെ എല്ലാ വീഡിയോയിലും നെയ്യാർ ഡാമിനെ ഒന്ന് കാണിച്ചാലേ ഒരു സമാധാനം വരുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ നെയ്യാർ ഡാമിൽ ബോട്ട് ഡ്രൈവിംഗ് ആണ് ജോലി. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ മൈക്കിൽ കിട്ടണമെന്നോ? അത് പുതിയതല്ല, പഴയത്. ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഗൈസ്, ഇതാണ് സ്വാതിലക്ഷ്മി. അമ്മയ്ക്ക് സർപ്രൈസ് വന്നിട്ട് അമ്മ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ സർപ്രൈസായി അല്ലേടി? തണുക്കാത്ത വാങ്ങിക്കണേ. ഓക്കെ പോയിട്ടോ. മാറണം. ഗുണ്ടയാടേ ഇവള് ഗുണ്ടയാ. എനിക്കും കൂടെ അങ്ങനത്തെ ഒരു സൈഡ് ബാഗ് വാങ്ങിച്ചു തരുമോ? ഓ വാങ്ങിച്ചു തരാം. വേറെന്തിരി വേണം? വേറൊന്നും വേണ്ട. എന്തെങ്കിലും ഓസ്മോ പോക്കറ്റ് റൈസ്. ചെറുതുമല്ലോ പറയാം. വലിയ ഐറ്റംസ് ഒന്നും പറയാതെ ചെറിയ ഐറ്റംസ് വല്ലതും പറ. അല്ല, ഇതൊക്കെ തൂക്കിക്കൊണ്ടുവന്ന എല്ലാവരും ഒരുമാതിരി നോക്കൂലേ? എടാ ഇങ്ങനത്തെ ഫ്രണ്ട് ബാഗ് അല്ല, ഇത് ഇപ്പൊ ഈ ഇരിക്കണം എൻ്റെ ഇരിക്കണം. നിനക്ക് ഫ്രണ്ട് ബാഗ് വേണോ? ഓ വേണ്ട. ഓ ഏതാ കെയറിങ്. വരുമ്പോ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഞാൻ പെട്ടെന്നെ പോലെ സംസാരിക്കണം. ഒരു ബോട്ടിൽ വെള്ളം, തണുക്കാത്തത്. കൊടിങ്ങി തന്നെ നോക്കിയത്. പൊതുവെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ സംഭവം ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. ഇത് ഞാൻ പൊടിയൊന്നുമില്ല. ഇത്രയും ചെറുതാടി വാങ്ങിച്ചേ. നീ പിന്നെ ഇത് ഫുള്ള് കുടിക്കോ? 20 രൂപയുടെ ബോട്ടിലിന്റെ വെള്ളം വാങ്ങിച്ചിട്ട് പകുതി എന്റെ വണ്ടിക്കകത്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടു. എന്തോന്ന് വല്ല കരിങ്കല്ല് വേണം? ഇങ്ങോട്ടില്ല. അവിടെ നിന്ന് പൊട്ടിത്താളാം. രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്റെ
ഹെൽമെറ്റിനെടുത്ത് തുറന്നു വല്ല പേടിപ്പിക്കണ സാധനമാണോ? അത് വീട്ടിൽ ഇരുന്നതല്ലേ, കള്ളത്തരം പറയല്ലേ? അല്ലേ ചെത്താറ നോക്കി, ഇതിനകത്ത് ഒന്നുമില്ല സത്യം പറഞ്ഞ. തുറന്നു നോക്കി കിഴങ്ങ. അങ്ങനെയാണോ തുറക്കുന്നത്? വേർക്കണയായ ടെൻഷനാണ്. ഇനിത് പ്രാങ്കാണോ? തുറന്നു നോക്കങ്ങോട്ട്. ഇതല്ലേ നീ പറഞ്ഞത്? നോക്ക്, വേർത്തൊരു ടെൻഷനായി എനിക്ക്. ഇഷ്ടപ്പെട്ട സായി പറയുമ്പോലെ ടെൻഷനാവണ്. ഇഷ്ടപ്പെട്ട് 1 മണിയായി, ഇപ്പൊ തീർന്നില്ലോ. അതിനകത്ത് 2 മൈക്കും ഒരു ഇതുമുണ്ട്. ചാർജ് ആയി കാണില്ല. ഞാൻ ഇതിൻ്റെ ഇതൊക്കെ ഞാനാണ് ഊരിയത്. അതൊക്കെ വാങ്ങിച്ച് എല്ലാം അറിയണോ? എല്ലാം അറിയണോ? എന്റെ മുഖം നോക്ക്. അങ്ങനെ ഉള്ളിയാടി നോക്ക്, വേർത്ത് ഒലിച്ച് ഞാൻ മറ്റേ ഇതിലൊക്കെ പൊതിയാന്ന് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ചു എന്തിനാ അതിലൊക്കെ പൊതിഞ്ഞിട്ട്. എല്ലാ പ്രാവശ്യം എന്തെങ്കിലും കള്ളത്തരം കാണിക്കണമെങ്കിൽ എന്നെ വെള്ളം വാങ്ങാൻ പറഞ്ഞു വിടും. വ്ളോഗർ നാളെ തൊട്ട് കറക്റ്റായിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ അടിച്ച് നിന്റെ പൊട്ടിച്ച് പിടിഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് മൈക്ക് കിട്ടി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിരുന്ന എന്റെ സ്വഭാവം മാറും കേട്ടല്ലേ. ഇതാണാ മറ്റേ മൈക്ക്? പിന്നെ ഞാൻ കാണിച്ചതാ. അതില് കുറച്ചുകൂടെ കൂടിയത് മറ്റേ ഈ ബോക്സ് ഇല്ലായിരുന്നല്ലോ മറ്റേല്. ഇതില് ബോക്സ് ഉണ്ട്. അതാകുമ്പോ ഇത് ബോക്സ് ചാർജ് ചെയ്താൽ മതി. നാളെ തൊട്ട് വീഡിയോ ഇടും. ഞാനാണെങ്കിൽ 3-4 റിസോർട്ടൊക്കെ കൊളാതി. ഞങ്ങൾ ചിണുങ്ങണല്ലേ? ഇല്ല പറയ്, കിണുങ്ങണ്. ഇതെന്തിരി ഞാൻ പറയാം. നീ ഇങ്ങനെ പെണ്ണുപിള്ളക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ ഞാൻ ഇങ്ങനെ ഇതായി പോവും. ഈ പെണ്ണുപിള്ളക്ക് എന്തോന്ന് എന്നുവെച്ചാ സർപ്രൈസ് ഒക്കെ തന്നാ പിന്നെ എനിക്ക് നാണം വരും. അങ്ങനെയാണെങ്കിൽ ഇനി തരണ്ട, എനിക്ക് തരണില്ല. അതാകുമ്പോ വെറുതെ നാണിക്കണ്ടല്ലോ. കേള്, ഞാൻ 3-6 റിസോർട്ടിൽ പോകാൻ വേണ്ടിയിരിക്കായിരുന്നു. അപ്പൊ എനിക്ക് അതില് ഞാൻ ഇപ്പൊ ലോങ് വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പൊ എനിക്ക് മൈക്ക് വേണം. മൈക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം എന്റെ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ 3-4 വീഡിയോ എന്തോ ഇട്ട് അതിൽ 3 ഇട്ട വീഡിയോസിന് എല്ലാത്തിനും സൗണ്ട് കുറവുണ്ട്. ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഹോളി ലാൻഡിൻ്റെ ഓരോന്ന് അയച്ചു കൊടുത്തിട്ട് ഇത് കൊള്ളാമോ, അത് കൊള്ളാമോ, അതിനെത്ര എന്നൊക്കെ ചോദിക്കണുണ്ടായിരുന്നു. അതെല്ലാം ആലോചിച്ച് വെച്ചല്ലേ. ഞാൻ ഓൾറെഡി ഇത് നേരത്തെ ബുക്ക് ചെയ്ത്. പക്ഷെ എനിക്ക് അപ്പോഴത്തേക്ക് ടോം ആൻഡ് ജെസ്സിയുടെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഞാൻ അതിനിടയ്ക്ക് വാങ്ങിച്ചിരുന്നെങ്കിലോ? അതിനിടയ്ക്ക് നീ വാങ്ങിക്കൂലെന്ന് എനിക്കറിയാം. നിന്റെ കയ്യിൽ വല്ലതും വേണ്ട കീര വിത്ത്. അതുകൊണ്ട് ഞാൻ എന്ത് ക്യാമറയുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഡി ക്യാമിൽ വിളിച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചാനൽ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചാൽ അത് ബ്രോ എന്തെങ്കിലും ഉണ്ടാവുന്ന ചോദിച്ചു. അതിന്റെ പ്രൊമോഷൻ അല്ല, ഇതിപ്പോ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നവരെ പേര് പറയണത് കുഴപ്പമൊന്നുമില്ല. അതില് ബ്രോ വിളിച്ചിട്ട് അപ്പൊ തന്നെ സാധനം സെറ്റാക്കി സാധനം അയച്ചു. സാധനം ഇന്നലെ ഇങ്ങെത്തി. ഇന്നലെ പോയി പിന്നെ ഇന്നലെ ഇവിടെ കണക്ട് സംസാരിച്ചു നോക്കട്ടെ. ചാർജ് ഇല്ലല്ലേ? ഇല്ല, ഒരു കുറച്ച് ചാർജ് ഉണ്ടോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് ഇതിന്റെ മൈക്കിന്റെ ഒരു സംഭവം എന്റെ വ്ളോഗ് ഞാൻ ഇതിൽ മറന്നുപോയി ഗായ്സ്. അയ്യാ, എന്റെ ക്ലിപ്പ് ഞാൻ തരൂല, സത്യമായിട്ട് തരൂല. ഞാൻ ഷോർട്ട് വ്ളോഗ് ആണ് എടുക്കണത്. എനിക്ക് ഇയാളെ വേണ്ട. മൈക്ക് കിട്ടി കഴിഞ്ഞപ്പോ എന്നെ വേണ്ട. എന്റെ ഗുഡ്. അപ്പോൾ ഈ മൈക്ക് വെച്ചിട്ട് ഒരു 1 മില്യനൊക്കെ അടിക്കുക, വ്ളോഗ് ചെയ്ത് പൈസ ഉണ്ടാക്കുക. എന്നിട്ട് എനിക്ക് ഒരു BMW വാങ്ങിച്ചു തരിക. എന്ത് തരൂലേ? വാങ്ങിച്ചു തരൂലേ? BMW വാങ്ങി തരൂലേ? ആവുമ്പോ വാങ്ങി തരും. അത്രേ ഉള്ളൂ. ഞാൻ ഒരു കളിപ്പാട്ടെങ്കിലും വാങ്ങിച്ചു തരുമോ?
കളിപ്പാട്ടം BMW വാങ്ങിച്ചു തരാം. നാളെ വേണോ? എൻ്റെ നിനക്കപ്പോ വെള്ളം വേണ്ടേ? വെള്ളം വേണ്ട, ഞാൻ നിന്റെ അടുത്ത് ഇതിന് വേണ്ടിയിട്ടല്ലേ വെള്ളം വേണോ? സോഡയായത് വൃന്ദ ചേച്ചി വിളിക്കുന്നു എന്നാ ചോദിച്ചോട്ടെ. നോക്ക് എന്തോന്നു അങ്ങനെയൊക്കെ കൊണ്ട് വെക്കാൻ പറ്റും എൻ്റെ ട്രൈപോഡ്. ഇത് ബാബാസ്. ഞാൻ ബാബാസ് കയറി ഓരോന്ന് വാങ്ങിക്കുമ്പോ നീ എന്നെ എന്തോന്ന് പറയണ? എനിക്ക് വാങ്ങാൻ തോന്നുന്നു. വാങ്ങിച്ച് കൂട്ടണം അല്ലേ? പക്ഷെ നീ അതൊന്നും യൂസ് ചെയ്യണില്ല, ഞാൻ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് പാവല്ലേ. എനിക്കിനി ഞാൻ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് സിനിമാറ്റിക് പരിപാടി ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ കൊണ്ടുവച്ച് വ്ളോഗൊക്കെ ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ്. പക്ഷെ എടുക്കുന്നുണ്ട്, ഒന്നും ഇടണില്ല. ഇത് എഡിറ്റ് ചെയ്യാനാണ് ശരിക്കും പാട്. ഞാൻ പക്ഷെ എടുത്ത എന്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തോണ്ട് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 128 എടുക്കുന്നതായിരിക്കും മികച്ചൊരു തീരുമാനം. എങ്കിൽ നീ പണിയെടുക്കും. 128 എന്ന് വെച്ചാൽ GB ഏത് 126. എടി ഇത് 512 ആണ്. 128 ഒക്കെ ഏറ്റവും ചെറുതാണ് 128. അല്ല, ഏറ്റവും ചെറുത് എടുക്ക്. അപ്പൊ നീ എഡിറ്റ് ചെയ്ത് ഇടുമല്ലോ എന്നാണ് പറഞ്ഞത്. സ്പേസ് ഇല്ലാത്തോണ്ട് ഇത് എഡിറ്റ് ചെയ്ത് ഇട്ടാലല്ലേ അടുത്ത് എടുക്കാൻ പറ്റൂ. ഏറ്റവും ചെറുതെടുത്താലേ എടുക്കാൻ പോലും ഇല്ല, സ്പേസ് ഇല്ലാത്തോണ്ട്. നിന്നെ പോലെ ഞാൻ എടുക്കണുണ്ടല്ലോ. നീ എടുത്തിട്ട് അപ്പൊ ഡിലീറ്റ് ചെയ്ത് ഇവിടെ. അല്ല, എഡിറ്റ് ചെയ്തിട്ടല്ലോ ഡിലീറ്റ് ചെയ്യണം. ഇല്ലാത്ത പറയല്ലേ, ജയിക്കാൻ വേണ്ടിട്ട്. ആ ഓക്കെ. നീ ക്യൂട്ട്നെസ് ഇടണുണ്ടേ കുറച്ച് കൂടുതലായിട്ട്. നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കും. അല്ലാതെ ക്യൂട്ട്നെസ് ആയിട്ട് വരുമാതിരി ഞാൻ നമ്മളെന്ത് പൂക്കീസാ അല്ലല്ലോ. പറഞ്ഞോ ഞാനൊക്കെ സിഗ്മ മെയിലാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ മെയിൻ കണ്ടന്റ് ഇതായിരുന്നു, ഹോളി ലാൻഡ്. ഇനി മുതൽ ഞാൻ ഇതാണ് സർപ്രൈസ് വ്ളോഗ്. ഞാൻ മന്ദബുദ്ധി, ഞാൻ ഇവിടെ ബേബിയമ്മയെ സർപ്രൈസ് ചെയ്യണ വ്ളോഗ് സീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് വേഗമേ സർപ്രൈസ് ചെയ്യണ വ്ളോഗ് വേറെ ഉണ്ട്. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നല്ല ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോഴാണ് വീട്ടിൽ പണി നടക്കുന്നത്. ആ പൈസ എടുത്ത് അച്ഛന് കൊടുത്താൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു. അല്ല, സ്വർണ്ണമോ മൊബൈലോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം വീട് പണി നടക്കുന്നതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു കൊടുത്താൽ അച്ഛൻ എൻ്റെ ചെപ്പ അടിച്ച് തിരിക്കും. എന്നിട്ട് പറയും ആ പൈസ നിനക്ക് വീടിൻ്റെ പണിക്ക് തന്നുകൂടെയാണ്. ഞാൻ വിചാരിച്ചു ശരി എങ്കിൽ ആ പൈസ വീടിൻ്റെ പണിക്ക് കൊടുക്കാം, അതല്ലേ ബെറ്റർ. എങ്ങനെ ഉണ്ടെന്ന ബുദ്ധി. ചെറിയ എന്തെങ്കിലും കളിപ്പാട്ടം വല്ല വാങ്ങിച്ചു കൊടുക്കാം അച്ഛന്. സ്വാവേരെ ബർത്ത്ഡേക്ക് എന്നെ കൊണ്ട് തോക്ക് വാങ്ങിപ്പിച്ച്. ആ തോക്ക് ഇവിടെ എവിടെയാണോ എന്തോ വീട്ടിലുണ്ട്. അവിടെ ഷോക്കേഴ്സിൽ പൂജിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളൊന്നൊരു അടി ഉണ്ടാക്കാൻ ഇങ്ങനെ ക്യാമറ ഓണൊക്കെ ചെയ്യും. എന്തറിയും. അപ്പൊ നമുക്ക് നേരെ അമ്മയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഇതൊക്കെ ഇതിനകത്ത് വെച്ചോ, നമുക്ക് ആവശ്യമുള്ള സാധനം. ഹെൽമെറ്റ് വെച്ചോ. ഇതാ പിടിച്ചോളൂ. അത് ഞാൻ എന്തോന്ന് കൊടുക്കണേ? ഇത് എന്റെ ഗിഫ്റ്റ്. ഇഷ്ടപ്പെടോ നോക്ക്. പെട്ടാ കള്ള ഹായ് ആണത്. കുറച്ച് ചെറുതായി പോയമ്മ. ഉള്ളതില് വലുത് നോക്കിയാണ് എടുത്ത. വലുതുണ്ടല്ല നീ വാങ്ങിച്ചോണ്ട് തന്നെ ഇതേപോലത്തെ ഇനി ചോറ്. അങ്ങനെ സംഭവ ബഹുലമായ ഒരു ബർത്ത്ഡേ ഇല്ല പോട്ടോ. വേണോ? വേണ്ട, ചുമച്ച് ചാവാറായിരിക്കുമ്പോഴാണ് പഴയ പോലെ ഞാൻ കിളവനായി. ബൈ ബൈ പറ അങ്ങോട്ട്. ബൈ പറയാ. ബൈ ടാറ്റാ. ബൈ ബൈ. വണ്ടി ശരിയായി. തീർന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഒരു 3 കിലോമീറ്റർ വന്നു. വണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് അറച്ചു പോണ്. ഇപ്പൊ കുഴപ്പമില്ല. പെട്രോൾ തീർന്നെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മൾ പെട്രോൾ പമ്പ് എത്താറായിട്ടുണ്ട്.
എന്റെ വണ്ടി അങ്ങനെ ചതിക്കൂടാ. നിന്റെ വണ്ടി ചതിക്കൂല. ഇനി വേറെ കംപ്ലൈന്റ് ആണെങ്കിൽ എന്തോ ചെയ്യും? എന്നെ പോലെയാണ് എന്റെ വണ്ടി. അങ്ങനെ ഇത് വഴിയിലിട്ടിട്ട് നമ്മളെ വഴിയിലിട്ടിട്ട് പോവേ ഉള്ളൂ. സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഞാൻ വിചാരിച്ചില്ല പമ്പത്തൊന്ന്. എനിക്കറിയായിരുന്നു. ഹായ് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ സ്വാതിയുടെ മൈക്കിൽ നിന്നുള്ള സൗണ്ട്. പറയൂ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൈക്കിന്റെ ഒരു ആക്ച്വൽ വോയിസ് വരുന്നത്. ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടിരിക്കാം. എപ്പടി ബുദ്ധി. ഇതിന്റെ വോയിസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പറഞ്ഞു. ഇതിന് റേറ്റ് കുറവാണ്. ഉള്ളതിൽ റേറ്റ് ഏറ്റവും കുറഞ്ഞത് ഇതായിരുന്നു. പക്ഷെ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഇത് അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട്. ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഇതിന്റെ പച്ച കത്തിയാൽ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയെന്നാണ് അർത്ഥം. ഇനി അല്ല നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നീല കത്തിയതുണ്ട. ഇതിപ്പോ ഇവിടുത്തെ വോയിസ് ഒക്കെ പിടിക്കും. ഇത് നമ്മളൊരു ചായക്കട ആംബിയൻസിലാണ് നിൽക്കണം. വൈകുന്നേരം ഒരു ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകാന്ന് വിചാരിച്ചു. നീ ഇതിപ്പോ എനിക്ക് മെയിനായിട്ട് എനിക്ക് ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കാനുള്ള നോയിസ് ക്യാൻസലേഷൻ ഒന്ന് പോകണം. പച്ച കത്തിയിട്ടുണ്ട്. അപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കാനും വ്ളോഗ് എടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പൊ അത് മാറ്റണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയത്. അപ്പൊ ഇനി ഡെയിലി വ്ളോഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡെയിലി അല്ലെങ്കിൽ ആഴ്ച ചായ എവിടെയാണെങ്കിലും കണ്ണ് ഇങ്ങനെ ചുമ്മാരി അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ഇതാക്കും, ഡീൽ ചെയ്യണം. അപ്പൊ ഇനി നമ്മൾ ഒരു ചായയും കുടിച്ചിട്ട് ഒരു വാഴക്കപ്പം നിന്നിട്ട് വീട്ടിൽ പോകും. വാഴക്കപ്പില്ല. സോ ഞാൻ കാബജി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നെ കൂടെ കാണിക്കേ. അപ്പൊ നമ്മൾ ചായയും കുടിച്ച് കാബജി നിന്നിട്ട് വീട്ടിൽ പോകും. മഴയും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ ബെൽ ഐക്കൺ ഓപ്ഷനിലൊരു ക്ലിക്കും കൂടെ കൊടുത്തോ. ഹൈപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഹൈപ്പ് അത് മാക്സിമം ഹൈപ്പിൽ നിങ്ങൾ ഞെക്കിക്കോ. ഹൈപ്പ് കയറ്റി വിട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഒരു വഴിയില്ല. എന്നാ ഇത് പിടി ഞാൻ ചായ എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്. നിനക്കല്ല, മറന്നുപോയി. നിനക്ക് ചായ വേണ്ടല്ലേ പറഞ്ഞു. കുടിച്ചോ. ചിന്ന കാബജി, ഒരു കാബജി എടുത്തുണ്ടോ? കാബജി എനിക്കൊരു മോദകം എടുത്തുണ്ടോ? ഒരു കാബജി, ഒരു മോദകവും. അപ്പൊ ഞാൻ ചിന്നനും സ്വാധീനം കൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ചായയും കുടിച്ചിട്ട് നമ്മളിപ്പോ വീട്ടിൽ പോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ, ഞാൻ അതിനനുസരിച്ച് മാറ്റാം. നമ്മളതിന്റെ ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കണ വണ്ടി. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഇന്ന് വലിയ കണ്ടന്റ് ഒന്നും എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. കൊടറി ചിന്ന ഞാൻ പിടിക്കൂല. എനിക്ക് രണ്ട് കയ്യിലും മൈക്ക് നോക്കി. ചിന്ന പോയാ ചിന്ന ഇത് പിടിച്ചോ. എന്തെങ്കിലും ഒന്ന് പിടിയടാ. എടാ മൈക്കിനെടുത്ത് അവളെവിടെയെങ്കിലും. മൈക്ക് വെക്കാൻ പറ്റില്ല. ഓ മൈക്കിൽ ഉടുപ്പിൽ വെക്കാല്ലേ? മൈക്കിൽ ഉടുപ്പ് വെക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? ചായ കുടിച്ചില്ല. ചായ എങ്ങനെയുണ്ട്? വേണ്ട. അപ്പൊ ബൈ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. 5-6 പ്രാവശ്യം ബൈ പറഞ്ഞു. ഇത് ലാസ്റ്റ് ബൈ ആണ്. ബൈ. അത് ഈ ക്യാമറയിൽ ഒരു അടി. ഹേ ടാറ്റ റെഡി.